റഹീം, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച ആളുകൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, പല മേഖലകളിലുള്ള ആളുകൾ, നാട്ടുകാർ, പ്രിയപ്പെട്ടവരെല്ലാവരും അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണുവാനായി അവിടേക്ക് പറവൂരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എത്രമാത്രം ആളുകളാണ് ഇപ്പോൾ അവിടേക്ക് വരുന്നത്, അവരൊക്കെ ഏത് രീതിയിലാണ് സലിം കുമാറും ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്? സ്വാതി, അദ്ദേഹത്തെ അടുത്തറിയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ട്. കൂടാതെ മലയാളി ആളായിട്ടുള്ള ആർക്കും തന്നെ സലിംകുമാർ എന്ന ഒരു നടനെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ അപരിചിതനല്ല. കാരണം മലയാളി മനസ്സിൽ ചലച്ചിത്ര സിനിമാ രംഗത്ത് അദ്ദേഹം അത്രമേൽ മലയാളി മനസ്സുകളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് സലിംകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം അത്രമേൽ മലയാളികൾക്ക് ആ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ നിരവധി ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 9:30 ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അറിയുന്ന ഓരോ ആളുകൾ, അദ്ദേഹത്തിൻ്റെ അയൽവാസികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ. പറവൂരിലെ മണ്ണിൽ അദ്ദേഹം എപ്പോഴും ഒരു സാധാരണക്കാരനായ മനുഷ്യരായിരുന്നു. ഏതെങ്കിലും സിനിമ താരമാണ് എന്നൊരു ജാടകളോ അല്ലെങ്കിൽ അതിൻ്റെ മേലങ്കിയോ ചാർത്താത്ത ഒരു മനുഷ്യനാണ് ഇവിടെ പറവൂർകാർക്ക്. അവർക്ക് അവരുടെ സ്വന്തം സലിമേട്ടനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ അത്രമേൽ ഉള്ളിൽ പതിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ. അവർക്ക് ആ രീതിയിൽ തന്നെ അവരുടെ ആ ഒരു വിഷമം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തുകയാണ്. 1969 ഒക്ടോബർ 10 അദ്ദേഹത്തിൻ്റെ ജനനം. എറണാകുളം ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ്റെയും കൗസല്യയുടെയും ഇളയ മകനായിട്ടായിരുന്നു സലിംകുമാറിൻ്റെ ജനനം. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം കടന്നു വന്ന വഴികൾ, അദ്ദേഹം പലപ്പോഴും തൻ്റേതായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് കയറി വന്നത്. പിന്നീട് അദ്ദേഹം സ്റ്റേജ് ഷോകളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് സിനിമാ സീരിയൽ രംഗത്തോടെ അദ്ദേഹം സജീവമാകുന്നു. അങ്ങനെ വലിയൊരു കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു മഹാനടനായി അദ്ദേഹം പിന്നീട് പരിണമിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ വിയോഗം സ്വാഭാവികമായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത ഒരു വിടവ് തന്നെയാണ്. ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അദ്ദേഹം അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള പല ചിത്രങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയങ്ങളും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടുള്ള കഥാപാത്രങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇപ്പോഴും ഓരോ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്പസമയം മുമ്പ് ഏതാണ്ട് നിരവധി ജയറാം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഇവിടെയുണ്ട്. കൂടാതെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നടി നവ്യ നായർ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കണ്ട് മടങ്ങിയിരുന്നു. ടിനി ടോം, ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ടൗൺ ഹാളിൽ തുടരുകയാണ്. അപ്പോൾ ഓരോ മേഖലയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന, എന്നാൽ തൻ്റെ നിലപാടുകളിൽ കാർക്കശ്യമുള്ള കണിച്ച നിലപാടുകളുള്ള ആ ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ വിട പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് വലിയ ദുഃഖം തന്നെയാണ്. മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. എറണാകുളത്തെ മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ BA പഠനം പൂർത്തിയാക്കിയത്. അവിടെ വെച്ച് തന്നെ മിമിക്രി കലാരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. മഹാരാജാസ് കോളേജിൽ വെച്ച് തന്നെ 3 തവണ അദ്ദേഹം പുരസ്കാരങ്ങൾ, മികച്ച മിമിക്രി കലാകാരനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് അദ്ദേഹത്തിന് ആ ഒരു ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു കോമഡിക്കുള്ള കഴിവ് അമ്മയിൽ നിന്നാണ് എന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അഭിനയ രംഗത്ത് ആദ്യം മിമിക്രി കലാകാരനിലൂടെ കടന്നു വരുന്ന അദ്ദേഹം പിന്നീട് മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരു പിടി ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു. അത് ഓരോന്നും എങ്ങനെ എടുത്തു പറയണം എന്ന് ചോദിച്ചാൽ അല്ലത് ആ രീതിയിൽ തന്നെ, അതായത് ഇപ്പോൾ നമുക്കറിയാം മിശമാധവിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, അതോടൊപ്പം തന്നെ മായാവിയിലെ സ്രാങ്ക്, ആശാനായിട്ടുള്ള സ്രാങ്ക്, കൂടാതെ തിളക്കത്തിലെ കഥാപാത്രങ്ങൾ, അളിയനായിട്ട് വരുന്ന കഥാപാത്രം, അങ്ങനെ തുടങ്ങി ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മായുകയോ മരിക്കുകയോ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകളെ കണ്ട് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും അങ്ങനെയുള്ളൊരു മഹാനടൻ്റെ വിയോഗം സ്വാഭാവികമായും മലയാളികൾക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.
കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. പറക്കുന്നളിയിലെ കുക്കായി എത്തുന്ന കോശി, അതോടൊപ്പം തന്നെ മീശമാധവനിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ കഥാപാത്രമായി ആദിവാസി കഥാപാത്രമായി എത്തുന്ന സലിംകുമാർ, കല്യാണരാമനിലെ പ്യാരി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ. ആ ഒരു പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളാണ്. അതോടൊപ്പം തന്നെ ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, അങ്ങനെ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന്, ശാരീരിക അവശതകളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അത്യാവശ്യം സ്ഥിതി വഷളായതിനെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്റർ ICUവിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ സ്ഥിതി മോശമായത് ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനമാണ് തുടരുന്നത്. പൊതുദർശനം വേണ്ട ഒരു 12:30-1 മണിവരെ ഇവിടെ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ പറവൂരിലെ തന്നെ സ്വന്തം വീടായ ലാഫിംഗ് വില്ലയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മതപരമായ ചടങ്ങുകൾ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ നടത്തരുത് എന്നൊരു കാര്യം അദ്ദേഹം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മതപരമായ ചടങ്ങുകൾ ഇല്ലാതെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഇപ്പോൾ പറവൂരിലെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിൻ്റെ പറവൂരിലെ ടൗൺ ഹാളിൽ നടൻ സലീം കുമാറിൻ്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ സിനിമാ മേഖലയിലെ രാഷ്ട്രീയ രംഗത്തെ ഒക്കെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ആദ്യം മുതൽ തന്നെ അവിടെ ഉണ്ട്. സലീം കുമാറിൻ്റെ കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു സലീം കുമാറിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല, മലയാളത്തിൻ്റെ ഒന്നാകെ ഒരു ചിരി മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു നഷ്ടം, നികത്താനാകാത്ത വിടവ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു നഷ്ടമാണ് സലീം കുമാറിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ചിരിപ്പിക്കുക മാത്രമല്ല, ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. നിലപാടുകൾ കൃത്യമായി തുറന്നു പറയേണ്ട സ്ഥലത്ത് തുറന്നു പറഞ്ഞിരുന്ന മനുഷ്യൻ കൂടിയാണ്. ഏറ്റവും അവസാനം കേവലം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് VD സതീശന് പറവൂരിൽ സ്വീകരണം ഒരുക്കിയപ്പോൾ അവിടെയും എത്തി തൻ്റെ നിറസാന്നിധ്യം അറിയിച്ച മനുഷ്യൻ കൂടിയാണ്. ഈ ആരോഗ്യ ആവശ്യതകളെല്ലാം മറികടന്നുകൊണ്ട് അത്തരം വേദികളിലൊക്കെ എത്തുകയും നിലപാടുകൾ കൃത്യമായി ഉറക്കെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു സലീം കുമാർ എന്ന് ഉള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗം, നഷ്ടം, ആ രീതിയിൽ തന്നെയാണ് സലീം കുമാറിൻ്റെ നഷ്ടത്തെ നമ്മൾ കാണുന്നത്. കേവലം ഒരു കലാകാരൻ്റെ നഷ്ടം എന്നതിൽ ഉപരി ഒരു മനുഷ്യസ്നേഹിയെ കൂടി നഷ്ടമാകുന്നതിൻ്റെ ഒരു വിഷമം എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്